ഹായ് മക്കളെ, സോഷ്യൽ സയൻസ് ആണ് ലാസ്റ്റ് എക്സാം. നന്നായിട്ട് പഠിക്കുക, അവസാനം വെച്ചിട്ട് കുളമാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സോഷ്യൽ സയൻസ് അവസാനത്തെ പരീക്ഷ ആയതുകൊണ്ട് തന്നെ അവസാനത്തെ 13ാമത്തെ ചാപ്റ്ററിൽ 3 റെവല്യൂഷൻ ഉണ്ടല്ലോ. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധ്യതകളാണ് പറയുന്നത്, ഹൈ ചാൻസ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഒന്ന്, നമ്മുടെ റഷ്യൻ വിപ്ലവത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ റിഫോംസ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, ഭരണ പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന്, 1ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു, പിന്മാറി. അതുപോലെ തന്നെ ഓൾ പ്രൈവറ്റ് ലാൻഡ് വാസ് കോൺഫിസ്കേറ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി പെസൻസ്. എല്ലാതും എന്ത് ചെയ്തു, ഈ പറയുന്ന വലിയ ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ കണ്ടുകെട്ടിയിട്ട് ആർക്ക് കൊടുത്തു? പെസൻസിന് കൊടുത്തു. ആർക്ക് കൊടുത്തു? പെസൻസിന് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ റഷ്യ എന്ത് ചെയ്തു, കൺട്രോൾ ഓഫ് ഫാക്ടറീസ് വാസ് ട്രാൻസ്ഫേർഡ് ടു സോവിയറ്റ് ഓർ വർക്കേഴ്സ് കമ്മിറ്റീസ്. അപ്പോൾ അവർക്കും എന്ത് ചെയ്തു, അവർ കൊടുത്തു എന്നാണ് പറയുന്നത്. അവരുടെ കയ്യിലും എന്ത് ചെയ്തു, ഇതൊക്കെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് രൂപീകരിച്ചു. പിന്നെ റഷ്യയിലെ പ്രധാന സാമ്പത്തിക മേഖലകൾ ദേശസാൽക്കരിച്ചു. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്തായാലും മക്കൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. റഷ്യൻ വിപ്ലവത്തിലൂടെ വന്ന അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, അല്ലെങ്കിൽ ലെനിനാണ് ഒക്ടോബർ വിപ്ലവം നടത്തി അതിലൂടെ കൊണ്ടുവന്ന കാര്യങ്ങൾ. അതൊക്കെയാണല്ലോ. ഇനി ഇവിടെ നമുക്ക് നോക്കേണ്ടത് ചൈനീസ് റെവല്യൂഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ലാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളിത് ലാസ്റ്റിലേക്ക് പോകും. ദ റിസൾട്ട് ഓഫ് ദി റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ്റെ റിസൾട്ടുകളും പഠിച്ചു വെക്കുക. ചൈനീസ് റെവല്യൂഷൻ്റെ റിസൾട്ടുകളും പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ചൈനീസ് വിപ്ലവത്തിൻ്റെ ഫലങ്ങളും എന്ത് ചെയ്യണം, മക്കൾ പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? ചൈന ബിക്കേം ദി പീപ്പിൾസ് റിപ്പബ്ലിക്. ചൈന പൂർണ്ണമായിട്ട് എന്തായി മാറി? ജനകീയ റിപ്പബ്ലിക്കായി മാറി. ഫോറിൻ ഡൊമിനേഷൻ, ചൈനയിൽ ഫോറിൻ ഡൊമിനേഷൻ ഉണ്ടായിരുന്നു, വിദേശാധിപത്യം ഉണ്ടായിരുന്നു, അതങ്ങോട്ട് അവസാനിപ്പിച്ചു. കൃഷിഭൂമികളൊക്കെ ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു? ഫാമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇറ്റ് കോസ്ഡ് ദി സോഷ്യലിസ്റ്റ് ഐഡിയ സ്പ്രെഡ് അമംഗ് ദി നാഷൻസ് ഓഫ് ദി വേൾഡ്. ലോക രാജ്യങ്ങൾക്കിടയിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമാക്കുന്നതിന് ചൈനീസ് വിപ്ലവം കാരണമായി എന്ന് പറയുന്നത്. ഇത് രണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മക്കൾ നോക്കി വെക്കേണ്ടത് അമേരിക്കൻ വിപ്ലവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്കൻ്റെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, ഭരണഘടന ഉണ്ടല്ലോ, ആ ഭരണഘടനയുടെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കി വെക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. പിന്നെ അതിൻ്റെ ലാസ്റ്റിലേക്ക് വന്ന ഭാഗങ്ങൾ ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ, അത്രയും എന്ത് ചെയ്യുക, മെയിനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഹാപ്പി, സെറ്റഡാ, അടിപൊളിയായിട്ട് എക്സാം ചെയ്താൽ. താങ്ക് യു.